കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ കമ്പനിക്കെതിരെയുള്ള അന്വേഷണം ശക്തമാക്കി ആദായനികുതി വകുപ്പ്. കേരളം ഉൾപ്പെടെ കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ വൻതോതിലുള്ള നികുതി വെട്ടിപ്പുകൾ കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. സീൽ ചെയ്ത രേഖകൾ പരിശോധിക്കാനാണ് വീണ്ടും എത്തിയതെന്നും അന്വേഷണം തുടരുമെന്നും ആദായനികുതി വകുപ്പ് അറിയിച്ചു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കോൺഫിഡന്റ് ഗ്രൂപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആദായനികുതി വകുപ്പിന്റെ വലിയ പരിശോധന നടന്നിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ വിഷയത്തിൽ? നീലിമ, ഇക്കാര്യത്തിൽ ആദായ നികുതി വകുപ്പ് അനൌദ്യോഗികമായി തന്നെ വിശദീകരണം നൽകുകയാണ്. അതിൽ അവർ വ്യക്തമാക്കുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല, 1.5 മാസം മുമ്പ് കേരളത്തിൽ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ മറ്റ് സ്ഥാപനങ്ങളിലും അടക്കം തങ്ങൾ പരിശോധനകൾ നടത്തിയിരുന്നു. ആ പരിശോധനകളിൽ വലിയ തോതിലുള്ള നികുതി വെട്ടിപ്പുകൾ അല്ലെങ്കിൽ കൃത്യമായി നികുതി അടയ്ക്കുന്നില്ല എന്നത് മനസ്സിലായി. അതിനെ തുടർന്ന് നിരവധി പേപ്പറുകൾ പിടിച്ചെടുത്തിരുന്നു. ആ പിടിച്ചെടുത്ത രേഖകൾ അതെല്ലാം തന്നെ പ്രത്യേകമായി സീൽ ചെയ്ത് സൂക്ഷിച്ചു. പിന്നീട് വിശദമായ പരിശോധനകളുടെ ഭാഗമായിട്ടാണ് ഒരിക്കൽ കൂടി വ്യാപകമായ അന്വേഷണത്തിലേക്കും റെയ്ഡുകളിലേക്കും എല്ലാം തന്നെ കടന്നത്. അത് കോൺഫിഡന്റ് ഗ്രൂപ്പിൽ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നില്ല. വലിയ ബിൽഡർമാരിൽ പലരും ഈ ഒരു ആദായ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ചകൾ വരുത്തുന്നതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരം ഒരു പരിശോധനയ്ക്ക് തയ്യാറായത്. അതിൽ തന്നെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റേതായി വലിയ തോതിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്താൻ കഴിയുകയും ചെയ്തു. തുടർന്നാണ് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയും ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ബംഗളൂരുവിലേക്ക് കേരളത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും എല്ലാമുള്ള 10 അംഗ ഉദ്യോഗസ്ഥ സംഘം എത്തുന്നത്. അങ്ങനെയാണ് ഈ പരിശോധനകൾ അന്വേഷണവുമായി എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. ജോയിന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഈ ഒരു പരിശോധന മുന്നോട്ട് പോവുകയാണ് എന്ന കാര്യം കൂടി ആദായനികുതി വകുപ്പ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നേരത്തെ പിടിച്ചെടുത്ത രേഖകൾ, അതിന്റെ പരിശോധനകൾ നടക്കുന്നതിനിടയിലാണ് ഈ ഒരു ദാരുണമായ സംഭവം നടക്കുന്നത്. തങ്ങളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ സമ്മർദ്ദമോ ഉണ്ടായിട്ടില്ല. മറിച്ച് എല്ലാം നിയമാനുസൃതമാണ്. നടപടികൾ അത് എടുക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ അതിൽ കൃത്രിമം കണ്ടതുകൊണ്ട് വ്യത്യാസം, വലിയ തോതിലുള്ള ആദായ നികുതി അടയ്ക്കുന്നതിൽ വലിയ വീഴ്ചകൾ സ്ഥാപനം വരുത്തി എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് തുടർ നടപടികളിലേക്ക് പോയത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ഒരു ഘട്ടത്തിലും ശ്രമിച്ചിട്ടില്ല. ഒരു ഘട്ടത്തിലും ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം തന്നെയാണ് ആദായ നികുതി വകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇതുകൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കില്ല എന്ന കാര്യമാണ് ആദായ നികുതി വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം സമാനമായി നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. മറ്റു ബിൽഡർമാരുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, ആദായ നികുതിയിലെ ക്രമക്കേടുകൾ എന്നിവ സംബന്ധിച്ചെല്ലാം തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും പരിശോധനകൾ തുടരും. അതുകൊണ്ട് തന്നെയാണ് ആ പരിശോധന, അല്ലെങ്കിൽ CJ റോയി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ശേഷവും അന്വേഷണ സംഘം അവിടെ തുടർന്നു എന്നും പരിശോധനകൾ നടത്തി എന്നെല്ലാമായിരുന്നു പ്രധാനമായും CJ റോയിയുടെ കുടുംബാംഗങ്ങളും. മാത്രമല്ല ജിജീഷ്, ഇക്കാര്യത്തിൽ ആദായ നികുതി വകുപ്പിന്റെ ഒരു വിശദീകരണം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. പരിശോധനയും നടപടികളും നിയമപരമാണ് എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. ഏത് അന്വേഷണവുമായി സഹകരിക്കും എന്ന് CJ റോയ് മൊഴി നൽകിയിട്ടുണ്ട്. അത് ആദായ നികുതി വകുപ്പ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ലെന്ന് റോയ് എഴുതി നൽകിയിരുന്നു എന്നതടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്കറിയാം ഈ സ്ഥാപനങ്ങളിലൊക്കെ, എത്രയോ സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്നുണ്ട്, ഈ ഇത്തരത്തിൽ പരിശോധന നടക്കുന്നുണ്ട്, ക്രമക്കേട് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ നിയമപരമായ വഴിയിലൂടെ തന്നെ ഒട്ടേറെ മാർഗങ്ങൾ ഓരോ സംരംഭകനും ഓരോ വ്യവസായിക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ അന്വേഷണം നേരിടുന്ന ഒരാൾക്ക് മുന്നിൽ ഉണ്ട്. പക്ഷേ ഇത്ര പെട്ടെന്ന് ഒരു സമ്മർദ്ദത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ മാത്രം റോയ്ക്ക് എന്താണ് പ്രശ്നം എന്നതുകൂടി അന്വേഷണ വിധേയമാക്കേണ്ടതല്ലേ? കേവലം IT റെയ്ഡിന്റെ പേരിൽ മാത്രം ഇത്ര വലിയ ഒരു ബിസിനസ് സംരംഭകൻ, ഇത്ര വലിയൊരു വമ്പൻ വ്യവസായി സ്വയം വെടിവെച്ച് മരിക്കുമോ എന്നതടക്കമുള്ള ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഇതിന് പിന്നിൽ മറ്റെന്തെല്ലാം കാരണങ്ങൾ ഉണ്ടാകാം എന്നുള്ള പരിശോധന കൂടി നടക്കേണ്ടതല്ലേ ഈ ഘട്ടത്തിൽ? നിലിമ, ഏറ്റവും പ്രസക്തമായ നിരവധി സംശയങ്ങൾ ഇനിയും ബാക്കിയാണ്. കാരണം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ വ്യവസായ മേഖലയിൽ
കടന്നു കയറിയ ആളാണ്. അത് അനുദിനമെന്നോണം ആ ഒരു സ്ഥാപനത്തെ വളർച്ചയിലേക്ക് നയിക്കാൻ കഴിഞ്ഞു. ആ ഘട്ടങ്ങളിലെല്ലാം വലിയ പ്രതിസന്ധികളെ CJ റോയിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള സാധാരണ ഏത് വ്യവസായിയെയും പോലെ തന്നെ നിരവധി പ്രതിസന്ധികളെയും എതിർപ്പുകളെയും മറ്റ് വ്യവസായ സ്ഥാപനങ്ങളുമായുമുള്ള കടുത്ത മത്സരങ്ങളെയും അനുബന്ധമായി പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖല ശക്തമായ മത്സര രംഗത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് കോൺഫിഡന്റ് ഗ്രൂപ്പും അതിൽ പിടിച്ചു നിൽക്കുകയും എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഒരാൾ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അത് ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിലും എല്ലാം തന്നെ സാധാരണഗതിയിൽ ഇത്തരം ബിസിനസ്സുകാർക്കെതിരെ എല്ലാം തന്നെ ഇത്തരം പരിശോധനകൾ അന്വേഷണങ്ങൾ നടക്കാറുണ്ട്. വലിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രമക്കേടുകൾ കണ്ടെത്താറുമുണ്ട്. ഇങ്ങനെയുള്ള സാധാരണ നിലയിലുള്ള ഒരു അന്വേഷണം നടക്കുമ്പോൾ അത് ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തെ മാനസിക സമ്മർദ്ദത്തിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നു അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിൽ പെടുത്തിയിരുന്നു എന്ന് വിശ്വസിക്കുക വലിയ തോതിലുള്ള പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ എന്ത് കാരണങ്ങളാണ് CJ റോയിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും സംശയങ്ങളുണ്ട്. മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അവിടെ മറ്റൊരു മുറി കൂടി പരിശോധിക്കാനുണ്ടായിരുന്നു. ആ മുറി പരിശോധിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു എങ്കിലും ആ മുറി പരിശോധിക്കാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. മറ്റു ചില രേഖകൾ അത് വെച്ചുള്ള ഒരു സേഫ് ഉണ്ടായിരുന്നു, അത് പരിശോധിക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. മറ്റു പല സ്ഥലങ്ങളിലുമാണ് പരിശോധന നടത്തിയത്. സ്വാഭാവികമായും ആ ഒരു ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പരിശോധന അനുവദിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ സമ്മതിച്ചില്ലെങ്കിൽ തങ്ങൾക്ക് സ്വാഭാവികമായ നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്ന ഒരു സൂചന ഉദ്യോഗസ്ഥർ നൽകുകയും ചെയ്തിരുന്നു. അത് ഭീഷണിയുടെ സ്വരത്തിലായിരുന്നില്ല, മറിച്ച് നടപടിക്രമങ്ങൾ പാലിക്കാൻ വേണ്ടി സഹകരിക്കുകയാണ് ഇത്തരം ഘട്ടങ്ങളിൽ ഈ സ്ഥാപന മേധാവിമാർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മുഴുവൻ മുറികളും തങ്ങൾക്ക് പരിശോധിക്കണം, മുഴുവൻ സേഫുകളും പരിശോധിക്കേണ്ടതുണ്ട്, മുഴുവൻ രേഖകളും പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിച്ചു എന്ന വിവരം കൂടി അനൗദ്യോഗികമായി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും മുന്നോട്ട് പോവുക. എന്തുകൊണ്ട് കൂടുതൽ രേഖകളുടെ പരിശോധനയ്ക്ക് അദ്ദേഹം സമ്മതിച്ചില്ല, മറ്റെന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹത്തെ സമ്മർദ്ദപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ആരാണ്? ഈ അന്വേഷണ സംഘം ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടിട്ടില്ല, അവരൊരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല എന്നിരിക്കെ മറ്റു തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിന്റെ അതാണ് ഇനി അന്വേഷണ വിധേയമാകേണ്ടത്. ഇത്തരത്തിൽ റോയ് സ്വയം വെടിവെച്ച് മരിക്കണമെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനപ്പുറം അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇനി പരിശോധനാ വിഷയം ആകേണ്ടത്. ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.